ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലാണ്. അതാണ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൂടി വരുന്നതാണ് വീട്ടിൽ നമ്മുടെ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുകയാണെങ്കിലും പുറത്ത് കാറ്ററിംഗുകാർക്കും ഈ ഹോട്ടലുകാർക്കൊക്കെയാണ് നമ്മൾ ഓർഡർ കൊടുക്കുക. കാരണം അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലും ബാക്കി ഫുഡിൻ്റെ ക്വാളിറ്റിയും അങ്ങനത്തെ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും വീട്ടിലുള്ളവർ ഒരു പരിധി വരെ നമ്മൾ ഈ ഹോട്ടലുകാർക്കും അല്ലാണ്ട് ഇങ്ങനെ കാറ്ററിംഗ് സർവീസസിനൊക്കെ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് എറണാകുളത്ത് തന്നെ മലബാർ അടുക്കള എന്ന് പറഞ്ഞ ഒരു കാറ്ററിംഗ് സർവീസാണ്. ഇവിടെ നല്ല ബിരിയാണി ഇവരുണ്ടാക്കി ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. ഇത് കയറുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാസ്റ്റർ കോച്ചിങ് ബോർഡ് റോഡുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വളഞ്ഞ് റൈറ്റ് സൈഡിലാണ് നമ്മുടെ മലബാർ അടുക്കള. നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോവാം. കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം. നേരെ ഡെഡ് എൻഡിൽ റൈറ്റിലാണ് നമ്മുടെ മലബാർ അടുക്കള. നല്ല ഉഗ്രം ബിരിയാണികൾ കാറ്ററിംഗ് ഉണ്ടാക്കിയിട്ട് അവർ സർവീസ് ചെയ്യുന്നുണ്ട് ഓർഡർ അനുസരിച്ച്. അത് നമ്മൾ എത്തി. അവിടെയാണ് മലബാർ അടുക്കള. ഏതായാലും അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ മലബാർ അടുക്കളയുടെ മുമ്പിൽ ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓണേഴ്സിനെ വിളിക്കാം. അലീക്ക, നമസ്കാരം. ഇത് അലീക്ക, റിയാസിക്ക, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ മലബാർ അടുക്കളയുടെ ഓണേഴ്സ്, ഉടയന്മാർ ഞാൻ പറയാല്ലേ. എത്ര ആളായിരിക്കും നമ്മുടെ മലബാർ അടുക്കള തുടങ്ങിയിട്ട്? ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 18 വർഷമായി. ഇവിടെ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുള്ളത്. 18 വർഷമായിട്ട് പാരമ്പര്യമുള്ളതാണ് മലബാർ അടുക്കള. എന്താണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മലബാർ അടുക്കള വിത്ത് ബിരിയാണിയാണ്? മെയിൻ ബിരിയാണിയാണ്. ദം ബിരിയാണി. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ദം ബിരിയാണി. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത് ഫുഡിനോടുള്ള താല്പര്യം കൊണ്ട് എല്ലാവർക്കും ഫുഡിനോടാണല്ലോ കൂടുതൽ, പ്രത്യേകിച്ച് ദം ബിരിയാണി. അപ്പോൾ ആരാണ് ഇത് തുടക്കമിട്ടത്? ഞാൻ തന്നെയാണ്. 18 വർഷം മുമ്പ് എവിടെയായിരുന്നു ആദ്യം? അല്ല, ഞാൻ അതിന്റെ വർക്കിന് പോയിട്ടുണ്ട്. എവിടെ വർക്ക് ചെയ്യാനായിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ സ്വന്തമായിട്ട്. എവിടെയാണ് ആദ്യം തുടങ്ങിയത്? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ കൊച്ചിയിലാണ്. മട്ടാഞ്ചേരി. അപ്പോൾ മട്ടാഞ്ചേരി മെയിൻ ആയിട്ടുള്ളത്. അതെ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വേറൊരു ബ്രാഞ്ച് കൂടി തിരക്കുകളിൽ നിന്ന് പോകുന്നതുകൊണ്ട് വേറൊരു ബ്രാഞ്ച് കൂടി വന്നു. അല്ല, ഇപ്പൊ എത്ര പേരാണ് മെയിൻ? ഇക്ക് മാത്രമാണോ അതോ? ഇല്ല, അതിന്റെ ഓണർഷിപ്പ് ഞാൻ തന്നെ. പിന്നെ എന്നെ സഹായിക്കുന്ന കുറെ ആൾക്കാർ. നമ്മുടെ തലശ്ശേരി വിധമാണോ അതോ? ഞങ്ങള് രണ്ടും ചെയ്യും. തലശ്ശേരിയും ചെയ്യും, കൊച്ചിയും ചെയ്യും. ഏത് വേണം എന്ന് പറഞ്ഞാൽ മതി. ഏത് രീതിയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഒരു 3 മണിക്കൂർ മുമ്പ് ഓർഡർ തന്നെ ഞങ്ങൾ റെഡിയാക്കി. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് കൂടുതലും നമ്മുടെ ബിരിയാണിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ബിരിയാണിയിലോട്ട് മാത്രമായിട്ട് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം? ഇല്ല, ഇപ്പോൾ ഏതൊരു ഫംഗ്ഷനും ആദ്യം ചോദിക്കുന്ന കാര്യം ബിരിയാണിയാണ്. എല്ലാ ഫുഡും ഉണ്ടാക്കുന്നുണ്ട്, അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കണ ഞങ്ങൾ ബിരിയാണി തന്നെയാണ്. ഇക്കയാണ് ഇവിടെ മെയിനായിട്ട് ഇക്ക വെക്കുന്നതാണോ? ഞാനും വെക്കും, പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ വെക്കലും കൂടി നടക്കൂല. പിന്നെ അതിൻ്റെ മെയിൻ ഷെഫ് ഉണ്ട് അകത്ത്. പുള്ളിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻചാർജ് റിയാസൊക്കെയാണ്. ഇവിടെ റിയാസക്കും അവിടെ അപ്പാരാണ് നമ്മുടെ ഞങ്ങൾ തന്നെയാണ് ഓൾറൗണ്ട് ആയിട്ട് ഞങ്ങൾ ഓടി നടന്ന് ചെയ്യണം. വിറകിലായിരിക്കുമല്ലോ വെക്കുന്നത്? എല്ലാം വിറകിലാണ്. ഗ്യാസിൽ ഇവിടെ വന്നപ്പോൾ തന്നെ പല കഷ്ണങ്ങളും കൂട്ടി ഇട്ടിട്ടുണ്ട്, ഇട്ട് കത്തിച്ച്. അതെ, വിറകില് കനല് വേണം. കനല് പ്രത്യേകിച്ച് തമ്മിൽ നമുക്ക് കനലാണല്ലോ വേണ്ടത്. പൊക്കത്തും താഴത്തും അടിയിലും പൊക്കത്തും ചൂട് കൊടുത്താണല്ലോ നമ്മള്. ഇല്ല, അത് തലശ്ശേരിക്കാരുടെ ഒരു സൂത്രമാണ് ശരിക്കും പറയല്ലേ. അത് ഞങ്ങള് ദം ചെയ്യുന്നതാണ്, ഒറിജിനൽ ദമ്മാണ്. അതായത് തലശ്ശേരിക്കാർക്ക് മുകളില് ആ മൈദ വേകാൻ വേണ്ടിയാണ് മുകളില് നമ്മള് ഈ കനലിടുന്നത്. അല്ലെ, കത്തിക്കണം, നമ്മൾ അടിയിൽ തന്നെ കത്തിക്കണം. അത് നമുക്ക് കാണാം. എന്തായാലും അധികം നേരം ഇവിടെ കത്തി വെക്കാണ്ട് ഉള്ളിലേക്ക് പോയി നമ്മുടെ ദം ബിരിയാണി അങ്ങ് ഉണ്ടാക്കാം. അങ്കത്തട്ടിലേക്ക് ഇങ്ങനെ വന്നു. അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മള്. അപ്പോൾ ഈ നിപ്പ് കണ്ടിട്ട് ഇതായിരിക്കും നമ്മുടെ ആള് എന്ന് തോന്നുന്നു. നമസ്കാരം നസീർക്ക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഷെഫാണല്ലേ? നമ്മുടെ മെയിൻ ഷെഫാണ് നസീർക്ക. ബിരിയാണി ഉണ്ടാക്കിയിട്ടോ അധികം അങ്ങോട്ട് താമസിക്കാണ്ട് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ബിരിയാണി എന്തോരം ഉണ്ട്. ഇതിപ്പോ രാവിലത്തേക്കുള്ള ഓർഡർ പോയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് വേണ്ടി സെപ്പറേറ്റ് വെക്കുകയാണ്. അപ്പൊ കുറെ ഒക്കെ ഉണ്ടോ? 10-20. അപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം. ഇക്ക ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ നേരത്തെ എല്ലാവരും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ വേർന്നങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീ ഇപ്പോൾ ഏകദേശം ഒന്ന് കത്തി ആയിട്ടുണ്ട്. നമുക്കിനി അപ്പോഴത്തേക്കും ചെമ്പ് വെച്ചിട്ട് മട്ടൻ ഇടാം. നമുക്ക് മട്ടൻ ഇടാം. അപ്പോൾ മട്ടൻ അങ്ങ് ഇടാൻ പോവാണ് നമ്മൾ. മട്ടൻ അവിടെ റെഡിയാക്കി ഫ്രഷ് സാധനം കഴുകി എടുത്ത് വെച്ചു. നമ്മൾ ഇതൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇതൊക്കെ എറണാകുളം മാർക്കറ്റ്, കലൂര് മാർക്കറ്റ്. ആ തൊട്ടപ്പുറത്താണ് മട്ടൻ ഇട്ടു. ആ നല്ല എല്ലുള്ളതാണ്. ഇപ്പൊ നിസാർക്ക നസീർക്ക് എത്ര വർഷമായി? ഞാൻ ഇപ്പോൾ ഒരു 12 വർഷമായിട്ട് ബിരിയാണി തന്നെ സ്പെഷ്യലിസ്റ്റ്. ബിരിയാണി. നമുക്ക് പിന്നെ ഉപ്പെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉപ്പെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരം തരായിക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഉപ്പെടുത്തതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഇത് 30 ബിരിയാണിക്ക് 25-30 ബിരിയാണിക്കുള്ള എടുത്ത് വെച്ചേക്കാം. ഇല്ല, ഇതിപ്പോൾ കൂടുതലാണ്. ആവശ്യത്തിന് ഇടുക. ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുന്നുണ്ട്. മട്ടൻ്റെ പൊക്കത്തോട്ട് ഉപ്പിട്ടു. മഞ്ഞപ്പൊടി ഉണ്ട്. മസാലപ്പൊടി, കറി മസാലപ്പൊടി. മസാലപ്പൊടിയല്ലേ? കറി മസാലപ്പൊടി. ഗരം അല്ലേ? ഗരം മസാല ഇതല്ലേ? ഓക്കെ. അടുത്തത് മീറ്റ് മസാലപ്പൊടി. എല്ലാം ഞാനിങ്ങനെ തുറന്നു കൊടുക്കുന്നുണ്ട്. നസീർക്ക് അങ്ങോട്ട് ഇടുന്നതും ചെയ്യുന്നുണ്ട്. അടുത്തേക്ക് തൈരാ. തൈര് നമ്മൾ തൈര് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ തൈര് ഒഴിച്ചു. ഇഞ്ചി ചതച്ചത് ഇതല്ലേ? ഇഞ്ചി ചതച്ചത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന തലശ്ശേരിയാണോ അതോ കൊച്ചി ബിരിയാണിയാണ്? ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ചതച്ചതാണ് അല്ലേ? നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി. അടുത്തത് വെളുത്തുള്ളി ആയിരിക്കും. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മുളക് ചതച്ച്, മുളക് അരച്ചത് എല്ലാം നല്ല സെറ്റാക്കി വെച്ചേക്കാണ്. മുളകാണ്, കൈ പെടുത്തണ്ട ഞാൻ. മുളക്. ഇപ്പം നമ്മൾ അതിൻ്റെ തന്നെ മട്ടൻ ഇട്ടു, അതിൻ്റെ പൊക്കത്ത് ഉപ്പിട്ടു, തൈരൊഴിച്ചു, മസാലപ്പൊടികൾ ഗരം മസാലപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇപ്പോൾ പച്ചമുളക് ഇട്ടു. തക്കാളി ഇടണം. തക്കാളി എടുത്ത് തക്കാളിയുടെ ചാറൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഓക്കെയൊക്കെ വന്നടിക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ സവോള 30 ബിരിയാണിക്കുള്ളതാണ്. അങ്ങനെ സവോള എടുത്തിട്ടുണ്ട്. തട്ടാൻ പോവാണ് സവോളയും പൊക്ക് തെറ്റി നിരത്തിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ മിക്സ് ചെയ്യണോ മിക്സ് ചെയ്യാണ്ട് വേവിക്കും? മിക്സ് ചെയ്യാണ്ട് അങ്ങ് നേരിട്ട് വെക്കുമല്ലേ? മിക്സ് ചെയ്യും. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവോളയൊക്കെ നിരത്തിയിട്ട് അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിക്കും. ചുറ്റിച്ചങ്ങ് വെള്ളം ഒഴിച്ചു. കുറച്ച് വെള്ളം ആവശ്യത്തിന്. എന്ത് സുഗന്ധമായ പുക. ഇപ്പം തന്നെ തുമ്പതോർക്ക് വല്ല പൂക്കൊക്കെ എരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശരിയാവും. അല്ല അത് വേണമല്ലോ. അല്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോവാണ്. അടുപ്പിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഏകദേശം എത്ര നേരം പിടിക്കുക? ഒരു 40 മിനിറ്റ്. അപ്പോൾ 40 മിനിറ്റിനകത്ത് നിങ്ങളുടെ ആവാം. എടുത്ത് വേകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് കുഴക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി വെക്കാം. ആ സമയം കൊണ്ട് തൊട്ടിപ്പുറത്ത് നമുക്ക് അരി അങ്ങ് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് വേവിക്കാൻ വെക്കാം അല്ലേ? അപ്പോൾ നമ്മൾ അടച്ച് വെക്കുകയാണ്. മൊത്തം ആവിയിലങ്ങ് വേകാൻ വേണ്ടി ഓക്കെയൊക്കെ. അപ്പോൾ അങ്ങ് അടപ്പെടുത്ത് അങ്ങ് അടച്ച് വെച്ചു. അവിടെ നിന്ന് വെന്തോളൂ.